സ്മിത, പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐസിയുവിൽ ചികിത്സയിലാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം, അതിൽ കൂടുതൽ ഭയപ്പെടാനുള്ള ഒരു വിഷയമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും ഇന്നലെ റെയിൽവേ സെക്യൂരിറ്റി കമ്മീഷണർ അടക്കം നമ്മളോട് പ്രതികരിച്ചത്. അതിൽ പ്രധാനമായും ഇപ്പോൾ ആദ്യം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു പെൺകുട്ടി ജീവൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഐസിയുവിലേക്ക് മാറ്റുകയായിരുന്നു. ഇനിയൊരു സർജറി ആവശ്യമായി വരുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേകമായി സജ്ജീകരിച്ച ഐസിയുവിലാണ് പെൺകുട്ടി ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രി 8:40 കൂടിയാണ് കേരള എക്സ്പ്രസിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അത് വർക്കലയ്ക്കും കടയ്ക്കാവൂരിനും ഇടയിലുള്ള അയന്തി പാലത്തിന്റെ സമീപത്ത് വെച്ചാണ് ഈ പാളത്തിലേക്ക് പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ പെൺകുട്ടിയെ ചവിട്ടിയിടുന്നത്. അതിൽ ഇന്നലെ അടക്കം ഈ ദൃക്സാക്ഷി, അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളടക്കം നമ്മളോട് പറയുകയും ചെയ്തത് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതി തന്നെയാണ് പെൺകുട്ടിയെ, പാലോട് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ടത് എന്നുള്ളതാണ്. അത് മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ അവർ ആലുവയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയതാണ്. അതിനുശേഷം മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഈ മദ്യപിച്ചെത്തിയ ഈ സുരേഷ് കുമാർ എന്ന തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായിട്ടുള്ള ആൾ ചവിട്ടി താഴെയിടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കൂടാതെ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ മദ്യപിച്ചതിനെ പറ്റിയുള്ള തർക്കമുണ്ടായില്ല, അയാളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കോട്ടയത്ത് നിന്നാണ് ഈ പ്രതി കയറിയത് എന്നുള്ള വിവരങ്ങളടക്കം ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ അർച്ചനയ്ക്കും ആദ്യം പെൺകുട്ടിയെ പാളത്തിലേക്ക് തള്ളി താഴെയിടുന്നു. അതിനുശേഷം ഈ സ്ഥലം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി വീണ സ്ഥലം എന്ന് പറയുന്നതും വാഹനം കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അടിയന്തരമായി കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മെമു നിർത്തി ആ മെമുവിലാണ് പെൺകുട്ടിയെ വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നു, ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പെൺകുട്ടിയെ 10:30 എത്തിക്കുകയായിരുന്നു. അപ്പോഴും വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ കുട്ടിക്ക് തലയ്ക്കാണ് ഒരു പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പുറകിൽ നിന്ന് നടുവിന് ചവിട്ടിയാണ് താഴേക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് കലഹങ്ങളോ മറ്റു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ താഴേക്ക് വീണപ്പോൾ അതിന്റെ ആഘാതം എന്ന് പറയുന്നത് ഗുരുതരമായിരുന്നു എന്നുള്ളതാണ്.